ലോകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്നും ഭീമന്മാരാണ് ഇസ്രയേൽ. അത് ഖമനയെ തീർത്തതിലൂടെ ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ഖമനയുടെ ജീവനെടുത്ത ബ്ലൂ സ്പാരോയുടെ പ്രത്യേകതകൾ അറിഞ്ഞവരൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഇത് ഒരു ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് വിക്ഷേപണം ചെയ്തതിന് ശേഷം അതിവേഗം അത് ഉയർന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കടക്കും. പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് അതിശക്തമായി കുതിച്ചിറങ്ങും. ഇത്തവണ അത് കുതിച്ചിറങ്ങിയത് ഖമനയുടെ നെഞ്ചിൽ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെയാണ് ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാനെ ആക്രമിച്ചതും ഖമനയെ ഉൾപ്പെടെ 40 പ്രമുഖ നേതാക്കളെ വധിക്കുകയും ചെയ്തതും. ഫെബ്രുവരി 28 പുലർച്ചെ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പാസ്റ്റർ സ്ട്രീറ്റിലെ ഖമനയുടെ ഓഫീസ് ഉൾപ്പെടുന്ന കോമ്പൗണ്ടിൽ വെച്ചാണ് ഖമനയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധമാണിപ്പോൾ ചർച്ചയാകുന്നത്. ഖമനയെ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ്. ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വിക്ഷേപിച്ച ബ്ലൂ സ്പാരോ എന്ന മിസൈലാണ് ഖമനയുടെ ജീവനെടുത്തത്. 1.9 ടൺ ഭാരവും 6.5 മീറ്റർ നീളവുമുള്ള ഈ മിസൈൽ സാധാരണ ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്വാസി ബാലിസ്റ്റിക് പാതയാണ് പിന്തുടരുന്നത്. യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിവേഗം ഇത് ഉയർന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു കടക്കും. പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് അതിശക്തമായി കുതിച്ചിറങ്ങുന്നു. ഏകദേശം 1995 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തുപോയി തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കില്ല, തകർക്കാനും സാധിക്കില്ല. ഇസ്രയേലിന്റെ F-35, F-15 യുദ്ധവിമാനങ്ങളാണ് ബ്ലൂ സ്പാരോ മിസൈൽ വിക്ഷേപിച്ചത്. മുൻപ് ശത്രു മിസൈലുകളെ നേരിടാനുള്ള പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ മിസൈലിനെ പിന്നീട് ആക്രമണങ്ങൾക്കായി പരിഷ്കരിച്ച് എടുക്കുകയായിരുന്നു. ഖമനയ്ക്ക് എതിരായ ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് ഇസ്രയേലിന്റെ സിഗ്നൽ ഇന്റലിജൻസ് വിഭാഗമായ യൂണിറ്റ് 8200 ആണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇവർ കഴിഞ്ഞ 20 വർഷമായി ഖമനയെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ആക്രമണത്തിന് മുൻപ് ഖമനയുടെ അംഗരക്ഷകരുടെ സമയക്രമം, ആശയവിനിമയങ്ങൾ, പാസ്റ്റർ സ്ട്രീറ്റിലെ CCTV ക്യാമറകൾ ഇവയെല്ലാം ഇസ്രയേൽ ഹാക്കിങ്ങിലൂടെയും മറ്റും നിരീക്ഷിച്ചിരുന്നു. ടെൽ-അവീവിലെ കമാൻഡ് സെന്ററുകളിൽ നിന്ന് കോമ്പൗണ്ടിലെ ഓരോ നീക്കവും തത്സമയം അവർ കണ്ടിരുന്നു. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപ് ആക്രമണത്തെ ഭയന്ന് ഖമനയെ ഭൂമിക്കടിയിൽ ആഴമേറിയ ബങ്കറുകളിലാണ് ഒളിച്ചിരുന്നത് എന്നാണ് ഇസ്രയേൽ ഇന്റലിജൻസ് പറയുന്നത്. ഈ ബങ്കറിലേക്ക് എത്താൻ തന്നെ വേണ്ടത് 5 മിനിറ്റാണ്. എന്നാൽ രാത്രിയിൽ മാത്രമേ ഇസ്രയേൽ ആക്രമിക്കൂ എന്ന് വിശ്വസിച്ചിരുന്നതിനാൽ ഖമനയെ പകൽ സമയങ്ങളിൽ നിന്ന് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നു എന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് പറയുന്നു. ഈ ശീലം മനസ്സിലാക്കിയ US ചാര സംഘടനയായ CIA ശനിയാഴ്ച രാവിലെ ഇറാനിലെ ഉന്നത സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു യോഗം അത് നടക്കുന്നു എന്ന വിവരം ഇസ്രയേലിന് കൈമാറി. ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ജൂത ആഘോഷമായ ഷബാത്ത് ആഘോഷങ്ങൾക്കായി വീടുകളിലേക്ക് മടങ്ങുന്ന ചിത്രങ്ങൾ അവർ മനഃപൂർവ്വം പുറത്തുവിടുകയായിരുന്നു. ഇത് കണ്ട ഇറാൻ ഉടനെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വേഷമാറി തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ ആക്രമണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ ഇസ്രയേലിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയർന്നു. ഏകദേശം 30 മിസൈലുകളാണ് ഇവയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടത്. ഇതിൽ ചിലത് ഖമനയിരുന്ന കെട്ടിടത്തെ നേരിട്ട് തകർത്തു. ഖമനയ്ക്കൊപ്പം IRGC കമാൻഡർ മുഹമ്മദ് പക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ, അഡ്മിറൽ അലി ശംഖാനി, സയ്യിദ് മജീദ് മുസാവി തുടങ്ങിയ പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മനസ്.